ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദീപാവലി ഈ വരുന്ന നവംബർ മാസം 4-ാം തീയതി നമ്മൾ ദീപാവലി ആഘോഷിക്കുകയാണ്. തുലാമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയാണ് ദീപാവലിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു വ്രതാനുഷ്ഠാനം എന്നതിലുപരി ഇതൊരു ആഘോഷവും കൂടിയാണ്. കേരളത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്നതിൻ്റെ സ്മരണയ്ക്കായിട്ട്, ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ദീപാവലി ദിവസം ആഘോഷിക്കുന്നത്. സാധാരണ നമ്മൾ മറ്റ് വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ, ഇപ്പോൾ തിങ്കളാഴ്ച വ്രതങ്ങളാണെങ്കിലും മറ്റുള്ള ഉപവാസങ്ങളാണെങ്കിലും മറ്റുള്ള വ്രതങ്ങളൊക്കെ ആണെങ്കിലും എടുക്കുമ്പോൾ എണ്ണ തേച്ച് കുളി നിഷിദ്ധമാണ്. അത് അറിയില്ലാത്തവരത് ശ്രദ്ധിച്ചോളുക. ഒരിക്കലും ഏത് വ്രതം എടുക്കുമ്പോഴും അതിന് എണ്ണ തേച്ച് കുളി പാടില്ല. എസ്പെഷ്യലി ശിവരാത്രി ദിവസവും ശനിയാഴ്ച വ്രതം എടുക്കുമ്പോൾ എള്ളെണ്ണ തേച്ച് കുളിക്കാം. മറ്റുള്ള വ്രതങ്ങളിൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസമൊക്കെ എടുക്കുമ്പോൾ വ്രതങ്ങളിൽ, സോമവാര വ്രതങ്ങളിലൊന്നും നമ്മൾ എണ്ണ തേച്ച് കുളിയൊന്നും പാടില്ല. പക്ഷേ ദീപാവലി ദിവസം, അതാണ് അതിൻ്റെ പ്രത്യേകത. ദീപാവലി ദിവസം നമ്മൾ എന്തായാലും ദീപാവലി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്യുന്ന സമയത്തിന് മുൻപ് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റ് വ്രതങ്ങൾക്ക് എണ്ണ തേച്ച് കുളി നിഷിദ്ധമാണ്. പക്ഷെ എന്നാൽ ദീപാവലി ദിനത്തിൽ നമ്മൾ അതികാലത്ത് എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് പറയുന്നത്. ഈ ദിവസം എണ്ണയൊക്കെ തേച്ച് കുളിച്ച് പുതുവസ്ത്രങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ ധരിച്ച്, അല്ലെങ്കിൽ ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച് നാമജപങ്ങളൊക്കെ നടത്തി അന്നേ ദിവസം മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് വ്രതം നോൽക്കുക. അരിയാഹാരം ഒരു നേരം മാത്രം കഴിക്കുക. രാത്രിയൊന്നും അരിയാഹാരം കഴിക്കാതിരിക്കുക. മധുരപലഹാരങ്ങളൊക്കെ കഴിക്കാം. ആ ദിവസം പടക്കങ്ങളൊക്കെ പൊട്ടിച്ച്, കമ്പിത്തിരി, പൂത്തിരി അങ്ങനെയുള്ള ദീപപ്രകാശമാനമായ പടക്കങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ദീപാവലി ദിവസം വളരെ ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പുതുവസ്ത്രങ്ങൾ ധരിക്കാം, പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്യാം, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് അന്നേ ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് നമ്മൾ ദീപങ്ങൾ വീടിന് ചുറ്റും ചെറിയ ശരാതിലോ മറ്റോ ദീപങ്ങൾ കത്തിച്ച് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വീടും പരിസരമൊക്കെ നമ്മൾ ഭംഗിയായി വയ്ക്കുന്നതും ഐശ്വര്യപ്രദം തന്നെയാണ് എന്ന് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ വർഷം നവംബർ 4-ാം തീയതിയാണ് നമ്മൾ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. സന്ധ്യാസമയത്ത് വീടിന് ചുറ്റും പരിസരത്തുമൊക്കെ നമ്മൾ ദീപം തെളിയിക്കുന്നതും ഐശ്വര്യദായകമായ കാര്യം തന്നെയാണ്. കൂടാതെ ദീപാവലി കഴിഞ്ഞാൽ പിന്നെ വൃശ്ചിക മാസത്തിൽ വരുന്നതാണ് തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നക്ഷത്രം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണ്. ദീപാവലി പോലെ തന്നെ സന്ധ്യാസമയത്ത് വീടും പരിസരമൊക്കെ നമ്മൾ ദീപങ്ങൾ കൊണ്ട് തന്നെ അലങ്കരിക്കും. ഇത് തൃക്കാർത്തികയും ഒരു വ്രതാനുഷ്ഠാനം എന്നതിനേക്കാൾ ഉപരി ഒരാഘോഷമായിട്ടാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായിട്ട്, മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്, ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായിട്ട് ഇന്നേ ദിവസം തൃക്കാർത്തിക ദിവസവും ദീപാവലി ദിവസവും ഒക്കെ നമ്മൾ വീടും പരിസരമൊക്കെ ദീപങ്ങൾ കൊണ്ട്, ചെറിയ അതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് അതിൽ ചെറിയ ദീപം കത്തിച്ച് വീടും പരിസരമൊക്കെ വെച്ചിട്ട് ദീപങ്ങൾ കൊളുത്തി വയ്ക്കുന്നു. കാർത്തിക വിളക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ദീപാവലി ദിവസം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഈ തൃക്കാർത്തിക ദിവസം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഗൃഹത്തിൽ ഒരുപാട് ഐശ്വര്യം സമ്പത്തും വന്നു ചേരുന്നതാണ്.